യൂട്യൂബിലുള്ള സാധനം എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും? കൊടുത്ത് ഇതില് ലൈവ് ഇത് കൊടുത്തിട്ട് ഇതില് ഓക്കെ, ഹലോ, ഗുഡ് ഈവനിങ്. എഡ്ഫിൽ ലേണിംഗ്. സോ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് KTET കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ്. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോർഷൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ 2 പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സിലബസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മളുടെ മൊഡ്യൂളായിട്ട് വരുന്നത് വേവ് മോഷൻ, ലൈറ്റ്, ഫോഴ്സ് ആൻഡ് പ്രഷർ, ദെൻ ഹീറ്റ്, മോഷൻ, ഗ്രാവിറ്റേഷൻ, വർക്ക് ആൻഡ് എനർജി, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, എഫക്ട്സ് ഓഫ് കറണ്ട് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇലക്ട്രോണിക്സ്. സോ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. ദെൻ സോ ഇതിലും ഫസ്റ്റ് വർക്ക് ആൻഡ് എനർജി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. സോ അതിന്റെ മുന്നേ സോഴ്സ് ഓഫ് വർക്ക്, ദാറ്റ് മീൻസ് സോഴ്സ് ഓഫ് എനർജി എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ കൺവെൻഷണൽ സോഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ നോൺ കൺവെൻഷണൽ സോഴ്സസ്. കൺവെൻഷണൽ സോഴ്സിനെ നമ്മൾ എഗെയിൻ ഡിവൈഡ് ചെയ്യാണ് കൊമേഴ്ഷ്യൽ ആൻഡ് നോൺ കൊമേഴ്ഷ്യൽ സോഴ്സസ്. ദെൻ കൊമേഴ്ഷ്യലിൽ കോൾ, പെട്രോളിയം, ഇലക്ട്രിസിറ്റി. ദെൻ നോൺ കൊമേഴ്ഷ്യൽ സോഴ്സിൽ ഫയർവുഡ്, അതേപോലെ തന്നെ ചാർക്കോൾ. സോ കൺവെൻഷണൽ സോഴ്സ് മീൻസ് പരമ്പരാഗതമായിട്ടുള്ള സോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. അതേ സമയത്ത് നോൺ കൺവെൻഷണൽ സോഴ്സസ് മീൻസ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന സോഴ്സസ് ആണ്. സോ എനർജി, വിൻഡ് എനർജി ആൻഡ് ടൈഡൽ എനർജി. ഓക്കെ, സോ നെക്സ്റ്റ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് മീൻസ് ഞാനൊരു ബോട്ടിൽ എടുത്തു, ദെൻ ആ ബോട്ടിൽ
ന്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യെസ്, അതൊരു ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യും അല്ലെ. സോ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് വർക്ക് മീൻസ് ഫോഴ്സ് അപ്ലൈ ചെയ്ത സമയത്ത് ബോട്ടിലിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത്? വർക്ക് എന്ന് പറയുന്നത് അല്ലെ. സോ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് when a body undergoes displacement in the direction of the applied force. ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സിന്റെ സെയിം ഡയറക്ഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുള്ളത് അല്ലെ. ഓക്കെ, സോ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദെൻ യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ജൂൾ ആണ്. അതേപോലെ തന്നെ ഡയമെൻഷണൽ ഫോർമുല ml²T⁻². സോ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ദാറ്റ് മീൻസ് വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? യെസ്, ml²T⁻². സോ ml²T⁻² ഇൻറ്റു ആരുണ്ട്? യെസ്, ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? യെസ്, L ആയിട്ട് ഡിനോട്ട് ചെയ്യാം. സോ ml²T⁻² is the dimensional formula of work. So KTET എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ വേണ്ടിയിട്ട്. സോ വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് ml²T⁻². ഓക്കെ, സോ നെക്സ്റ്റ് വൺ എനർജി. അപ്പൊ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക് ഓർ കോസ് change and it can be defined as the force that causes things to move. അതായത് നമുക്ക് എന്തുണ്ട്? അതായത് ഒരു വർക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണം അല്ലെ. അപ്പൊ ആ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ദാറ്റ് മീൻസ് ആ ഒബ്ജക്റ്റിന് മൂവ്മെന്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ്. സോ നെക്സ്റ്റ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അതേപോലെ തന്നെ കൈനറ്റിക് എനർജി ഉണ്ട് അല്ലെ. ഒരാൾക്ക് റെസ്റ്റിലാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ആള് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? യെസ്, കൈനറ്റിക് എനർജി ഗെയിൻ ചെയ്യുന്നു അല്ലെ. ഓക്കെ, സോ നെക്സ്റ്റ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഈസ് എനർജി ഡ്യൂ ടു പൊസിഷൻ ആണ് അല്ലെ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട് പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? യെസ്, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ദ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ആൻഡ് h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ആണ് അല്ലെ. ഓക്കെ, ദെൻ എക്സാമ്പിൾസ് ആയിട്ട് സ്ട്രെച്ച്ഡ് ബോ, അതേപോലെ തന്നെ സ്ട്രെച്ച്ഡ് റബ്ബർ ബാൻഡ്. ഓക്കെ, അപ്പൊ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? യെസ്, അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഗെയിൻ ചെയ്യും. ദെൻ പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ജി ഇൻറ്റു h ആണ്. ഓക്കെ, ദെൻ ഈ എനർജി എന്തല്ല? നോട്ട് ട്രാൻസ്ഫറബിൾ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാൻ കഴിയാത്ത എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. ദെൻ നെക്സ്റ്റ് വൺ കൈനറ്റിക് എനർജി. അപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഞാൻ നടക്കുകയാണെങ്കിൽ എനിക്ക് എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട് അല്ലെ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ എനർജി ഡ്യൂ ടു മോഷൻ ആണ് അല്ലെ. മൂവ്മെന്റ് ഉണ്ടെങ്കിൽ കൈനറ്റിക് എനർജി ഗെയിൻ ചെയ്യുന്നു. ദെൻ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താ? യെസ്, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv² ആണ്. ദെൻ എക്സാമ്പിൾസ് എന്തൊക്കെ പറയാം? യെസ്, ഒരു മൂവിങ് കാർ പറയാം, മൂവിങ് ബസ് പറയാം, അതേപോലെ തന്നെ നമ്മൾ ഒരു ബോളിനെ ജസ്റ്റ് ഒരു ബെഞ്ചിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞിട്ട് അതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? യെസ്, അതിന് കൈനറ്റിക് എനർജി ഗെയിൻ ചെയ്യുന്നു. ദെൻ ഈസിലി ട്രാൻസ്ഫറബിൾ ആണ്. ഓക്കെ, സോ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള ആൻഡ് മൊമെന്റം. ഓക്കെ, അപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ½ mv² ആണ് അല്ലെ. അതില് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് അല്ലെ. സോ P is equal to m into v എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ v എങ്ങനെ എഴുതാം? യെസ്, v is equal to p/m എന്ന് എഴുതാം അല്ലെ. അതായത് മൊമെന്റം P is equal to mv ആണെങ്കിൽ v is equal to p/m. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി is equal to ½ mv² ആണ്. സോ ½ m into v ക്ക് പകരം ആരെ കൊടുക്കാം? p/m. സോ v² is equal to p² divided by m² എന്ന് എഴുതാം അല്ലെ. ഓക്കെ, സോ ½ m into p² divided by m². ഈ ഇക്വേഷനിൽ നിന്ന് ഏതൊക്കെ ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം? യെസ്, ഒരു m ഉണ്ട്, അതേപോലെ തന്നെ m² ഉണ്ട് അല്ലെ. സോ എമ്മും m² ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? യെസ്, ഡിനോമിനേറ്ററിൽ ഒരു m ഉണ്ടായിരിക്കും. സോ ഇക്വേഷൻ എന്തായിട്ട് ചേഞ്ച് ചെയ്യുന്നു?
യെസ്, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m എന്ന് എഴുതാം. ദെൻ പി സ്ക്വയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2m കൈനറ്റിക് എനർജി. സോ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2m കൈനറ്റിക് എനർജി ആണെങ്കിൽ പി എങ്ങനെ എഴുതാം? യെസ്, റൂട്ട് എടുക്കണം അല്ലെ. സോ പി ഇസ് ഈക്വൽ ടു റൂട്ട് 2m കൈനറ്റിക് എനർജി. സോ മൊമെന്റം പി കാണാനുള്ള ഇക്വേഷൻ റൂട്ട് 2m കൈനറ്റിക് എനർജി. അപ്പൊ ഒരു പുതിയ ഇക്വേഷൻ പഠിക്കുകയാണ്. പി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി എന്നതിന്റെ കൂടെ തന്നെ പി ഇസ് ഈക്വൽ ടു റൂട്ട് 2m കൈനറ്റിക് എനർജി. ഓക്കെ, ദെൻ അതേപോലെ തന്നെ കൈനറ്റിക് എനർജി കാണാൻ നിങ്ങൾ എന്ത് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്? യെസ്, ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിന്റെ കൂടെ പുതിയൊരു ഇക്വേഷൻ ആയിട്ട് പഠിക്കുക. നിങ്ങൾ ലോങ് ലൈഫിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. ഓക്കെ, ദെൻ നെക്സ്റ്റ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ. അപ്പൊ വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, അതായത് വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമ്മൾ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബോട്ടിലിന് നമ്മൾ എന്ത് ചെയ്യാണ്? ബോട്ടിലിന്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യെസ്, ആ ഒരു ബോട്ടില് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും അല്ലെ. ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എസ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ദെൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത്? യെസ്, വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ദെൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്ക് എഫിന് എങ്ങനെ എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് എഴുതാം അല്ലെ. ഓക്കെ, സോ എഫ് ഈക്വൽ ടു എം എ ആണെങ്കിൽ ഫോഴ്സ് എം എ ഇൻറ്റു എസ് എന്ന് എഴുതാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എം എ ഇൻറ്റു എസ്. ഓക്കെ, സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. Then that F is equal to ma എന്ന് എഴുതാം. So ma into s എന്ന് എഴുതാം. Okay, then we know that according to ഇക്വേഷൻ ഓഫ് മോഷൻ, അതായത് നമ്മൾ ഡിഫറെന്റ് ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇക്വേഷൻ ഓഫ് മോഷനിൽ വെലോസിറ്റിയും അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ? യെസ്, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ് അല്ലെ. ഓക്കെ, സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2as എങ്ങനെ എഴുതാം? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. അതേപോലെ നിങ്ങൾ ന്യൂട്ടൺസിന്റെ ലോസ് ഓഫ് മോഷനിൽ ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തായിരുന്നു? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ നമ്മൾ ഏതാ എടുക്കുന്നത്? വെലോസിറ്റിയും അതേപോലെ തന്നെ ഡിസ്പ്ലേസും തമ്മിലുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് എടുക്കുന്നത്. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, ദെൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഈ എ ആക്സലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? Okay, so acceleration A is equal to v square minus u square divided by 2s. Okay, then W work എന്താണ്? വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. സോ W is equal to m ഇൻറ്റു എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2s എന്ന് കൊടുക്കാം ഇൻറ്റു എസ്. സോ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് കൊടുക്കാം. ദാറ്റ് മീൻസ് ഇവിടെ എന്ത് ചെയ്യുന്നു? എസും ക്യാൻസൽ ചെയ്യുന്നു. ദെൻ 1/2m ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. ഓക്കെ, ദെൻ വർക്ക് ഡൺ W is equal to ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് ഹാഫ് എം ഇൻറ്റു യു സ്ക്വയർ. നമ്മൾ എന്ത് ചെയ്യാണ്? ബ്രാക്കറ്റിനുള്ളിലുള്ള ടേംസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ W is equal to ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. ദെൻ ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് അല്ലെ. വിത്ത് വെലോസിറ്റി v ആവുന്ന സമയത്ത് കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആയിട്ട് മാറുന്നു. അതേ സമയത്ത് കൈനറ്റിക് എനർജി ഹാഫ് എം യു സ്ക്വയർ ആവുന്നു. ദാറ്റ് മീൻസ് വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു യു ആയിട്ട് മാറുന്നു അല്ലെ. സോ പഠിച്ചു വെക്കുക, വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് KTET എക്സാമിന് എന്ത് ചേരും? അതായത്
ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി തരും. എന്നിട്ട് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി is equal to work done ആണ്. Then next one. Okay, so നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ന്യൂക്ലിയസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺസ് ഉണ്ട്, അതേപോലെ തന്നെ ന്യൂട്രോൺസ് ഉണ്ട്. ദെൻ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, റുദർഫോർഡ് ആറ്റം മോഡൽ പ്രകാരം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ whole mass and positive charge concentrated very small region ആണ് അല്ലെ. സോ ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺ ഉണ്ട്, അതേപോലെ തന്നെ ന്യൂട്രോൺ ഉണ്ട്. പ്രോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് അല്ലെ. അതേ സമയത്ത് ന്യൂട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ചാർജ്ലെസ് പാർട്ടിക്കിൾ ആണ്. സോ പ്രോട്ടോൺസിന് പ്ലസ് ഇ ചാർജ് ആണുള്ളത്, അതേപോലെ തന്നെ ഇലക്ട്രോൺസിന് മൈനസ് ഇ ചാർജ് ആണുള്ളത്. ദെൻ ന്യൂട്രോൺസിന് ചാർജ് ഇല്ല, ദാറ്റ് മീൻസ് ചാർജ്ലെസ് പാർട്ടിക്കിൾ ആണ്, ന്യൂട്രൽ ആയിട്ട് പറയാം. ഓക്കെ, സോ ചാർജ്ലെസ് ആണ്, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ദെൻ എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ് അല്ലെ. അറ്റോമിക് നമ്പർ ഈസ് നമ്പർ ഓഫ് പ്രോട്ടോൺ. ഓക്കെ, സോ അറ്റോമിക് നമ്പറിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? Z ആയിട്ട് ഡിനോട്ട് ചെയ്യാം അല്ലെ. സോ അറ്റോമിക് നമ്പർ Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെ എണ്ണയാണ്. അതേ സമയത്ത് മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, മാസ് നമ്പർ മീൻസ് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ് അല്ലെ. മാസ് നമ്പറിനെ നമ്മൾ ക്യാപിറ്റൽ A ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ദെൻ ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ആണ് അല്ലെ. അതായത് ന്യൂക്ലിയസിനുള്ളിലുള്ള എലമെന്ററി പാർട്ടിക്കിൾസിന്റെ മുഴുവനായിട്ടുള്ള നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത് അല്ലെ. സോ ഇതിൽ പ്രോട്ടോൺസ് ഉണ്ട്, അതേപോലെ തന്നെ ന്യൂട്രോൺസ് ഉണ്ട്. സോ മാസ് നമ്പർ ഈസ് P+N എന്ന് എഴുതാം. Then P number of protons നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, അറ്റോമിക് നമ്പർ പ്ലസ് N. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? യെസ്, N is equal to A minus Z എന്ന് എഴുതാം അല്ലെ. A equal to Z plus N ആണെങ്കിൽ N is equal to A minus Z. ഓക്കെ, ദെൻ ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺസ് ഉണ്ട്, അതേപോലെ തന്നെ ന്യൂട്രോൺസ് ഉണ്ട്. ദെൻ നിങ്ങൾ ഐസോടോപ്സ്, ഐസോബാർ, അതേപോലെ തന്നെ ഐസോടോൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ ന്യൂക്ലിയസിനുള്ളിൽ ന്യൂട്രോൺസ് ഉണ്ട്, അതേപോലെ തന്നെ പ്രോട്ടോൺസ് ഉണ്ട്. ഈ ന്യൂട്രോൺസും പ്രോട്ടോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, ദെൻ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി. അപ്പൊ എന്താണ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, നമ്മൾ പറഞ്ഞു ഒരു ന്യൂക്ലിയസില് പ്രോട്ടോൺ ഉണ്ട്, അതേപോലെ തന്നെ ന്യൂട്രോൺ ഉണ്ട് അല്ലെ. അപ്പൊ പ്രോട്ടോണും ന്യൂട്രോണും ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രോട്ടോണും ന്യൂട്രോണും 10⁻⁻15 മീറ്ററിലാണ്, ദാറ്റ് മീൻസ് ഫെംറ്റോമീറ്ററിലാണ് പ്രോട്ടോണും ന്യൂട്രോണും ഡിസ്പ്ലേസ് ചെയ്തിട്ട്. സോ ന്യൂക്ലിയർ എനർജി, പേര് കേട്ട് ബൈൻഡ് ചെയ്യാനുള്ള എനർജിയാണ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി. അങ്ങനെയല്ല, ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺ ഉണ്ട്, അതേപോലെ തന്നെ ന്യൂട്രോൺ ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? രണ്ടിനെയും രണ്ട് വഴിക്ക് വെക്കാണ്. ദാറ്റ് മീൻസ് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. ന്യൂക്ലിയസിനുള്ളിലുള്ള പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. ദെൻ ഈ പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10⁻⁻15 മീറ്ററിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസിലായിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് വളരെയധികം ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. സോ അതിനാവശ്യമായിട്ടുള്ള എനർജിയാണ് നമ്മൾ എന്താ പറയുക? ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി. സോ വാട്ട് ഈസ് nuclear binding energy? It is the energy which is required to separate an atomic nucleus completely into its constituent protons and neutrons. Okay, so നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അറ്റോമിക് ന്യൂക്ലിയസിനെ കംപ്ലീറ്റ്ലി അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് മാസ് ഡിഫെക്റ്റ്? യെസ്, അതായത് നമ്മൾ പറഞ്ഞു ഒരു പ്രോട്ടോൺ ഉണ്ട്,
അതേപോലെ തന്നെ ഒരു ന്യൂട്രോൺ ഉണ്ട് അല്ലെ. അപ്പൊ പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് ഒരു 10 AMU ആണെന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ ന്യൂട്രോണിന്റെ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് 6 AMU ആണ് കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അറ്റോമിക് ന്യൂക്ലിയസ് എടുക്കുന്നു. ആ അറ്റോമിക് ന്യൂക്ലിയസിന്റെ മാസ് എന്ന് പറയുന്നത് 8 AMU ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുകയാണ്. ഓക്കെ, അപ്പം അറ്റോമിക് ന്യൂക്ലിയസിന്റെ മാസ് ക്യാപിറ്റൽ M ആണ് അല്ലെ. അതേ സമയത്ത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? യെസ്, 10 AMU പ്ലസ് 6 AMU അല്ലെ. ദാറ്റ് മീൻസ് 16 AMU ആണ് കിട്ടുന്നത്. അതേ സമയത്ത് ന്യൂക്ലിയസിന്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് വെറും 8 AMU മാത്രമാണ് അല്ലെ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? യെസ്, ചേഞ്ച് ഇൻ മാസ് സംഭവിക്കുന്നുണ്ട് അല്ലെ. ദാറ്റ് മീൻസ് ന്യൂക്ലിയസിന്റെ മാസ് ക്യാപിറ്റൽ M ആണ്. ദെൻ അത് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ മാസസ് ആഡ് ചെയ്തതിൽ നിന്ന് ഡിഫറൻസസ് കാണിക്കുന്നു. സോ മാസ് ഡിഫക്റ്റ് മീൻസ് എന്താണ്? മാസ് ഡിഫക്റ്റ് മീൻസ് ചേഞ്ച് ഇൻ മാസ്, അല്ലെങ്കിൽ എന്ത് പറയാം? ഡിഫറൻസ് ഇൻ മാസ് ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ് ഡെൽറ്റ M, ആൻഡ് it is called the mass defect and it is given by delta M എന്ന് എഴുതല്ലേ. അതായത് M മാസ് ആണെങ്കിൽ ചേഞ്ച് ഇൻ മാസ് എന്താ? യെസ്, ഡെൽറ്റ M ആയിട്ട് എഴുതാം. സോ ഡെൽറ്റ M is equal to Z into MP. That means ഇവിടെ പ്രോട്ടോൺസിന്റെ എണ്ണം എത്ര ആയിരിക്കും? Z ആയിട്ട് എഴുതല്ലേ. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, അറ്റോമിക് നമ്പർ ആണ്. ഓക്കെ, സോ Z into MP പ്ലസ് ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? N equal to A minus Z ആണ് അല്ലെ. ഓക്കെ, സോ N equal to A minus Z. Then delta M is equal to Z into MP plus A minus Z into Mn minus M ആയിട്ട് എഴുതല്ലേ. ഓക്കെ, സോ Z into MP plus A minus Z into Mn minus M, which is known as the mass defect. Then ഈ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. സോ ഇക്വേഷൻ പഠിച്ചിട്ട് തരും, ദെൻ മാസ് നമ്പർ തരും. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഡെൽറ്റ M മാസ് ഡിഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നിരന്തരമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. ഓക്കെ, സോ Z into MP യിലെ MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, മാസ് ഓഫ് ഈച്ച് പ്രോട്ടോൺ ആണ് അല്ലെ. ദെൻ Mn മാസ് ഓഫ് ഈച്ച് ന്യൂട്രോൺ. ദെൻ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ മാസ് ആണ് അല്ലെ. ദെൻ A is mass number, Z is atomic number. നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ്. ദെൻ അറ്റോമിക് നമ്പർ A ആയിട്ടല്ല ഡിനോട്ട് ചെയ്യുന്നത്, Z ആയിട്ടാണ്. അതേ സമയത്ത് മാസ് നമ്പർ ആണ് A ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മാസ് എനർജി റിലേഷൻ, അല്ലെങ്കിൽ എന്ത് പറയാം? മാസ് എനർജി ഇക്വേഷൻ എന്ന് പറയാം അല്ലെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അതായത് എനിക്കൊരു M മാസ് ഉണ്ട് അല്ലെ. ദാറ്റ് മീൻസ് ഒരു 50 അല്ലെങ്കിൽ ഒരു 60 കിലോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഒരു ഒബ്ജക്റ്റിന് ഒരു നിശ്ചിതമായിട്ടുള്ള മാസ് ഉണ്ടായിരിക്കും. ആ മാസ് എന്തായിട്ട് മാറുന്നു? യെസ്, എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് ഒരാൾ റെസ്റ്റിലാണെങ്കിൽ ആ റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ റെസ്റ്റിലുള്ള ആർക്ക് എനർജി ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് അയാളുടെ മാസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ഐൻസ്റ്റീന്റെ ഫേമസ് ഇക്വേഷൻ ആണ് മാസ് എനർജി റിലേഷൻ. ദാറ്റ് മീൻസ് E is equal to mc square, where M is the mass of the object, E is the energy of the object, then C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന്റെ വെലോസിറ്റി ആണ്. ലൈറ്റിന്റെ വെലോസിറ്റി എത്രയാണ്? 3 into 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. ഓക്കെ, സോ E is equal to mc square. ദെൻ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? മാസ് ഡിഫക്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ മാസ് ഡിഫക്റ്റിനെ നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? യെസ്, ഡെൽറ്റ M ആയിട്ടാണ് അല്ലെ. സോ E is equal to ഡെൽറ്റ M into C square എന്ന് എഴുതാം, where ഡെൽറ്റ M is the mass defect. ഓക്കെ, സോ ഐൻസ്റ്റീന്റെ ഫേമസ് ഇക്വേഷൻ ആണ് മാസ് എനർജി റിലേഷൻ. E is equal to mc square, then E equal to mc square. ആ ഇക്വേഷൻ നമ്മൾ പറയുന്നത് ഐൻസ്റ്റീൻ മാസ് എനർജി ഇക്വിവാലൻസ് എന്നാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, സോ എന്താണ് ന്യൂക്ലിയർ ഫിഷൻ? യെസ്, ഇവിടെ ഒരു പടം കാണുന്നുണ്ട് അല്ലെ. ദാറ്റ് മീൻസ് ഒരു വലിയ ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ. ആ ന്യൂക്ലിയസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു?
യെസ് ലൈറ്റർ ന്യൂക്ലിയസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് അപ്പ് ഓഫ് എ ഹയർ ന്യൂക്ലിയ ഇൻടു ലൈറ്റർ ന്യൂക്ലിയ ആണ് അല്ലെ. അതായത് ഒരു വലിയ ഹയർ ന്യൂക്ലിയ എടുക്കുന്നു, ഹെവി ന്യൂക്ലിയസ് എടുക്കുന്നു. ആ ഹെവി ന്യൂക്ലിയസിനെ നമ്മൾ രണ്ട് ലൈറ്റർ ന്യൂക്ലിയ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു ഓർ ബ്രേക്ക് ചെയ്യുന്നു. ദാറ്റ് കൈൻഡ് ഓഫ് പ്രോസസ് വിച്ച് ഈസ് നോൺ ആസ് ദ ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, then it involves a chain reaction. അപ്പൊ എന്താ ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ എടുക്കുന്നു. ഈ പാർട്ടിക്കിളിനെ നമ്മൾ ചെയിൻ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് ബിയും സി ആയിട്ട് മാറും അല്ലെ. ഓക്കെ, ദെൻ ഇവിടെ ഒരു ന്യൂട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ന്യൂട്രോൺ എന്ത് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന പാർട്ടിക്കിളിനെ ബൊംബാർഡ് ചെയ്യുന്നു. അങ്ങനെ ബൊംബാർഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബി എന്തായിട്ട് മാറുന്നു? യെസ്, ഡിയും അതേപോലെ തന്നെ ഇ ആയിട്ട് മാറുന്നു അല്ലെ. ദെൻ എഗെയിൻ ന്യൂട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ന്യൂട്രോൺ സി ആയിട്ട് ബൊംബാർഡ് ചെയ്യുന്നു. ദെൻ അങ്ങനെ ബൊംബാർഡ് ചെയ്ത് കഴിഞ്ഞാൽ സി ന്യൂക്ലിയർ ഫിഷന് വിധേയമാവും. അങ്ങനെ ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് സി എന്തായിട്ട് മാറുന്നു? എഫും ജി ആയിട്ട് മാറുന്നു അല്ലെ. അപ്പൊ ഈ രീതിയിൽ ന്യൂക്ലിയർ ഫിഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ചെയിൻ റിയാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ ഇവിടെ എന്താണ്, ഫസ്റ്റ് ഒരു പാർട്ടിക്കിൾ ആണ് ഉണ്ടായിട്ടുള്ളത്. ദെൻ എന്തായിട്ട് മാറുന്നു? രണ്ട് പാർട്ടിക്കിൾ ആയിട്ട് മാറുന്നു. ദെൻ 4 പാർട്ടിക്കിൾ ആയിട്ട് മാറുന്നു അല്ലെ. അപ്പൊ ഈ രീതിയിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ് മീൻസ് 1 2 ആവുന്നു, 2 4 ആവുന്നു, ദെൻ 8 16 32 ഈ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ പുതിയ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ചെയിൻ റിയാക്ഷൻ ആണ് ന്യൂക്ലിയർ ഫിഷനിൽ നടക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ എന്താണ്? ഹെവി ന്യൂക്ലിയസ് ഈസ് ബൊംബാർഡഡ് വിത്ത് ന്യൂട്രോൺസ്. ദാറ്റ് മീൻസ് എ എന്ന പാർട്ടിക്കിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ന്യൂട്രോൺ ആയിട്ട് ബൊംബാർഡ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ എ എന്തായിട്ട് മാറുന്നു? ബിയും സി ആയിട്ട് മാറുന്നു. ദെൻ ബി എ വീണ്ടും ന്യൂട്രോൺ ആയിട്ട് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? യെസ്, വീണ്ടും കൂടുതൽ പാർട്ടിക്കിൾസ് ആയിട്ട്, ദാറ്റ് മീൻസ് ഡബിൾ ആയിട്ട് പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നു. ദെൻ ന്യൂക്ലിയർ ഫിഷന്റെ ഏറ്റവും നിങ്ങൾ യൂസ് ചെയ്യുന്ന, ദാറ്റ് മീൻസ് ഒരു എക്സാമ്പിൾ ആണ് യുറേനിയം 92-235നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ന്യൂട്രോണായിട്ട് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് ബേരിയവും അതേപോലെ തന്നെ ക്രിപ്റ്റോണായിട്ട് മാറുന്നു. ബേരിയം ക്രിപ്റ്റോണും ലൈറ്റർ ന്യൂക്ലിയസ് ആണ്. സോ ഒരു ഹെവി ന്യൂക്ലിയസ് ന്യൂട്രോൺ ആയിട്ട് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് ലൈറ്റർ ന്യൂക്ലിയ ആയിട്ട് മാറുന്നു. ഓക്കെ, ദെൻ അതിന്റെ കൂടെ ആര് ഫോം ചെയ്യുന്നുണ്ട്? യെസ്, എന്തായാലും ന്യൂട്രോൺ ഫോം ചെയ്യും അല്ലെ. സോ 3 ന്യൂട്രോൺസ് ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ ന്യൂക്ലിയർ ഫിഷൻ മീൻസ് ഒരു ഹെവി ന്യൂക്ലിയസ് ലൈറ്റർ ന്യൂക്ലിയ ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, സോ ന്യൂക്ലിയർ ഫിഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന പല സന്ദർഭങ്ങളുണ്ട് അല്ലെ. അതായത് നിങ്ങൾ ഹിരോഷിമ അതേപോലെ തന്നെ നാഗസാക്കി അവിടെയൊക്കെ അറ്റം ബോംബ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള സംഭവമാണ്, നമ്മളല്ല ആ കാലത്തുള്ള ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള സംഭവമാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ദെൻ ഇന്നും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ചെയിൻ റിയാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ അന്ന് അവർ യൂസ് ചെയ്തിട്ടുള്ള ആ മോളിക്യൂൾസിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? ദാറ്റ് മീൻസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ന്യൂക്ലിയർ ഫ്യൂഷൻ. സോ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെവി ന്യൂക്ലിയസ് രണ്ട് ലൈറ്റർ ന്യൂക്ലിയ ആയിട്ട് മാറുന്നു അല്ലെ. നേരെ ഓപ്പോസിറ്റ് പ്രോസസ്, ദാറ്റ് ഈസ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പൊ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, ദാറ്റ് മീൻസ് രണ്ട് ലൈറ്റർ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹെവി ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു അല്ലെ. രണ്ട് ലൈറ്റർ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹെവി ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ഓക്കെ, സോ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് നടക്കുന്നത് അല്ലെ. ദാറ്റ് മീൻസ് കമ്പൈനിങ് ഓഫ് ദ ലൈറ്റർ ന്യൂക്ലിയ ആണ് നടക്കുന്നത്. ഓക്കെ, സോ ലൈറ്റർ ന്യൂക്ലിയ കമ്പൈൻ ടുഗദർ ടു ഫോം ഹെവി ന്യൂക്ലിയസ്. ദെൻ ചെയിൻ റിയാക്ഷൻ ഇതിൽ നടക്കുന്നുണ്ടോ? ഇല്ല. ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, ഒരു ന്യൂട്രോൺ വേണം. ദെൻ ആ ന്യൂട്രോൺ എ എന്ന പാർട്ടിക്കിളായിട്ട് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് എ എന്തായിട്ട് മാറുന്നു? യെസ്, ബിയും സി ആയിട്ട് മാറണം അല്ലെ. സോ ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല? ചെയിൻ റിയാക്ഷൻ
നടക്കുന്നില്ല. ഓക്കെ, ദെൻ ലൈറ്റർ ന്യൂക്ലിയർ ഹീറ്റഡ് ടു ആൻ എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചർ. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ന്യൂട്രോൺസ് ഒന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യാണ്? യെസ്, ലൈറ്റർ ന്യൂക്ലിയറിന് നമ്മൾ ഹെവി ടെമ്പറേച്ചർ കൊടുക്കുകയാണ്. അങ്ങനെ ഹെവി ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് ലൈറ്റർ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? യെസ്, ഒരു വലിയ ഹെവി ന്യൂക്ലിയായിട്ട് മാറുന്നു. ദെൻ നേരത്തെ നമ്മൾ ന്യൂക്ലിയർ ഫിഷന് എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ന്യൂക്ലിയർ ഫ്യൂഷന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു H12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, ഡ്യൂട്ടീരിയം ആണ് അല്ലെ. ഓക്കെ, ദെൻ H11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രോട്ടിയം. ഹൈഡ്രജന്റെ ഐസോടോപ്സ് ആണ് അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡ്യൂട്ടീരിയവും അതേപോലെ തന്നെ പ്രോട്ടിയവും തമ്മിൽ കമ്പൈൻ ചെയ്യിപ്പിക്കുന്നു. ദാറ്റ് മീൻസ് ഹൈഡ്രജന്റെ രണ്ട് ഐസോടോപ്സിനെ കമ്പൈൻ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ കമ്പൈൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് ആര് ഫോം ചെയ്യുന്നു? ഹീലിയം ഫോം ചെയ്യുന്നു അല്ലെ. അപ്പൊ ഹീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹീലിയം 24 ആണ്. ഹൈഡ്രജനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹീലിയം ന്യൂക്ലിയസ് എന്താണ്? ഹെവി ന്യൂക്ലിയസ് ആണ് അല്ലെ. സോ രണ്ട് ലൈറ്റ് ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ഹെവി ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. ദാറ്റ് മീൻസ് പ്രോട്ടീയവും അതേപോലെ തന്നെ ഡ്യൂട്ടീരിയം കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഹീലിയം ന്യൂക്ലിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്ലസ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ന്യൂട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ എനർജി പുറത്തേക്ക് വരുന്നു. ഓക്കെ, സോ ന്യൂക്ലിയർ ഫിഷനും അതേപോലെ തന്നെ ന്യൂക്ലിയർ ഫ്യൂഷനും രണ്ടിന്റെയും എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. ന്യൂക്ലിയർ ഫ്യൂഷന്റെ സമയത്ത് H12 plus H11 which gives helium plus neutron plus energy. അതേ സമയത്ത് ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയം എന്താണ്? അതായത് യുറേനിയം 92-235 ആണ് ഹെവി ന്യൂക്ലിയസ്. ആ ഹെവി ന്യൂക്ലിയസ് എന്തായിട്ട് മാറുന്നു? ബേരിയം ക്രിപ്റ്റോൺ ആയിട്ട് മാറുന്നു അല്ലെ. ദാറ്റ് മീൻസ് ലൈറ്റർ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ചെയിൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതേ സമയത്ത് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് എന്തില്ല? ചെയിൻ റിയാക്ഷൻ നടക്കുന്നില്ല. ഓക്കെ, then next questions ആണ്. ഓക്കെ, അപ്പം വർക്ക് ആൻഡ് എനർജി ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ ഡിസ്കസ് ചെയ്തു, ന്യൂക്ലിയർ ഫ്യൂഷൻ ഡിസ്കസ് ചെയ്തു, അതേപോലെ തന്നെ വർക്ക് എന്താണ്, എനർജി എന്താണ്, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലെ. സോ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ആറ്റം ബോംബ്. ഓക്കെ, ദ റിയാക്ഷൻ വിച്ച് ടേക്ക് പ്ലേസ് ഇൻ ആറ്റം ബോംബ്. അപ്പൊ ആറ്റം ബോംബിലുള്ള റിയാക്ഷൻ ഏതാ? യെസ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് ഹിരോഷിമ നാഗസാക്കി ആ സമയത്ത് ആറ്റം ബോംബുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? യൂസ് ചെയ്തിട്ടുണ്ട്. ആ ആറ്റം ബോംബിൽ നടക്കുന്ന റിയാക്ഷൻ ഏതാ? ഓപ്ഷൻസ് ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. യെസ്, കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ, അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ, ദെൻ കൺട്രോൾഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ ആൻഡ് അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, അപ്പൊ ഇതില് ഏതാണ് ആൻസർ? ഓക്കെ, ആൻസർ പറ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് ആൻസർ? ഓക്കെ, കമന്റ് ചെയ്യാം. എ, ബി, സി, ഡി ഏത് റിയാക്ഷൻ ആണ്? ദാറ്റ് മീൻസ് ഏത് റിയാക്ഷൻ ആണ് ആറ്റം ബോംബിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ, സോ ആൻസർ ഈസ് അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, സോ അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ആണ് ആറ്റം ബോംബിൽ യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു റിയാക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ. The next question, find the amount of energy which is obtained when 1 kilogram matter is converted to energy. Okay, so നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? റെസ്റ്റിലുള്ള ഒരാൾക്ക് എനർജി ഉണ്ട് അല്ലെ. റെസ്റ്റിലുള്ള എം മാസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അല്ലെ. ദാറ്റ് മീൻസ് E ഈക്വൽ ടു mc² ആണ് അല്ലെ. അപ്പൊ ഇവിടെയുള്ള ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? യെസ്, 1 കിലോഗ്രാം മാറ്റർ എന്തായിട്ട് മാറുന്നു? എനർജി ആയിട്ട് മാറുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ E ഈക്വൽ ടു mc² ആണ് അല്ലെ. സോ ഇവിടെ M എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ്. M ഈസ് 1 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 9 × 10⁻16 ജൂൾ, 9 × 10⁻18 ജൂൾ,
and 6 into 10 raised to 18 joule, 6 into 10 raised to 16 joule. Okay, അപ്പം ഇതിൽ നിന്ന് ഏത് ഓപ്ഷൻ ആയിരിക്കും? എങ്ങനെയാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? യെസ്, E equal to mc² ആണ് അല്ലേ? അതായത് m1 ആണെന്ന് തന്നിട്ടുണ്ട്, 1 കിലോഗ്രാം ആണ്. ദെൻ സിയുടെ വാല്യൂ എത്രയാ? C is equal to 3 into 10 raised to 8 meter per second ആണ് അല്ലേ? ഓക്കെ, സോ E equal to mc² എന്ന ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ E which is equal to 1 into then c², that is 3 into 10 raised to 8 the whole square എന്ന് എഴുതാം അല്ലേ? ഓക്കെ, സോ E equal to 1 into 3 into 10 raised to 8 the whole square. Then 3 യുടെ സ്ക്വയർ എത്രയാ? യെസ്, 9 ആണ് അല്ലേ? 9 into 10 raised to 8 ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറുന്നു? യെസ്, a raised to m whole raised to n എന്താ? a raised to mn ആണ് അല്ലേ? സോ 3 into 10 raised to 8 the whole square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 into 10 raised to 16 എന്ന് കിട്ടും. That means 8 into 2 is 16. So ഏതാണ് ഓപ്ഷൻ? യെസ്, ഓപ്ഷൻ എ, 9 into 10 raised to 16 joule. Okay, so 1 kilogram matter എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് E equal to mc² എന്ന ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 9 into 10 raised to 16 joule. Okay, then അടുത്ത ക്വസ്റ്റ്യൻ, relation between momentum P and kinetic energy of a body of mass m is. Okay, so മൊമെന്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ ആണ് അല്ലെ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മൊമെന്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ എന്താ? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു v² ആണ് അല്ലെ? ദെൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ എന്താ? യെസ്, P is equal to mv ആണ്. ദെൻ V is equal to P/m എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ kinetic energy which is equal to half into m into v² ന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് എഴുതാം? യെസ്, p² divided by m² എന്ന് എഴുതാം അല്ലെ? ദെൻ m ഉം m² ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു m എവിടെ ഉണ്ടാവും? ഡിനോമിനേറ്ററിൽ ഉണ്ടാവും. സോ kinetic energy is equal to p² divided by 2m. ദെൻ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എന്താണ്? യെസ്, പിയും അതേപോലെ തന്നെ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? സോ ഇക്വേഷൻ നമുക്ക് p² is equal to എങ്ങനെ എഴുതാം? 2m കൈനറ്റിക് എനർജി എന്ന് എഴുതാം അല്ലെ? ദെൻ p is equal to എങ്ങനെ എഴുതാം? യെസ്, p is equal to √2m കൈനറ്റിക് എനർജി എന്ന് എഴുതാം അല്ലെ? അപ്പൊ ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ ഏതാ പറ? യെസ്, കമന്റ് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ ഏതാണ് ആൻസർ? യെസ്, ഓപ്ഷൻ A. That means P is equal to √2m kinetic energy. അല്ലാതെ 2√m kinetic energy അല്ല, √2m kinetic energy അല്ല, √m into me അല്ല. ഫസ്റ്റ് ഓപ്ഷൻ ആണ്. That means P is equal to √2m kinetic energy. Okay, then അടുത്ത question. Calculate the kinetic energy of mass of 100 gram with the momentum 20 kilogram. Okay, question ഒന്നും കൂടെ വായിക്കാം. Calculate the kinetic energy of mass of 100 gram with momentum 20 kilogram. അപ്പൊ മൊമെന്റം തന്നിട്ടുണ്ട് അല്ലെ? മൊമെന്റം P is equal to 20 kilogram എന്ന് തന്നിട്ടുണ്ട്. ദെൻ m മാസ് തന്നിട്ടുണ്ട് അല്ലെ? m is equal to 100 gram. 100 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്താ കിട്ടുക? പറ. യെസ്, ദാറ്റ് മീൻസ് 0.1 കിലോഗ്രാം എന്ന് കിട്ടും അല്ലെ? സോ കമന്റ് ചെയ്യാം. P is equal to 20 kilogram, M is equal to 0.1 kilogram. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? കമന്റ് ചെയ്യും. യെസ്, ദാറ്റ് മീൻസ് kinetic energy is equal to p² divided by 2m. ഈ ഇക്വേഷൻ യൂസ് ചെയ്യും അല്ലെ? അങ്ങനെ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? That means kinetic energy is equal to p² divided by 2m. Then p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. So 20 divided by 2 into
20 the whole square divided by 2 into 0.1 എന്ന് എഴുതും അല്ലേ. then 20യുടെ സ്ക്വയർ എത്രയാ? യെസ് 400 ആണ്. സോ 400 ഡിവൈഡഡ് ബൈ 0.2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 2000 ജൂൾ ഉണ്ട്, 200 ജൂൾ ഉണ്ട്, then 100 ജൂൾ ആൻഡ് 50 ജൂൾ. സോ ഇതിൽ ഏത് ആൻസർ ആയിരിക്കും? കമന്റ് ചെയ്ത്. ഫസ്റ്റ് ഓപ്ഷൻ 2000 ജൂൾ, 200 ജൂൾ, then 100 joule and 50 joule. Then 400 divided by 0.2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? യെസ് ഫസ്റ്റ് വൺ ആണ് അല്ലേ. ഓപ്ഷൻ എ 2000 joule. ഓക്കെ സോ ഓപ്ഷൻ ഈസ് 2000 joule. ഓപ്ഷൻ എ ആണ് ആൻസർ. then അടുത്ത ക്വസ്റ്റ്യൻ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വർക്ക് ഈസ്. ഓക്കെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ് നമ്മളൊരു ബോട്ടിൽ എടുത്തിട്ട് ആ ബോട്ടിലിന്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോട്ടിൽ എന്ത് ചെയ്യും? ഒരു ഡിസ്റ്റൻസിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും അല്ലെ. ഒരു ഡിസ്റ്റൻസിൽ അത് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഒരു വർക്ക് ചെയ്തു എന്ന് പറയും അല്ലെ. സോ വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദാറ്റ് മീൻസ് എഫ് ഇൻറ്റു എസ് എന്ന് എഴുതാം. ദെൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് ന്യൂട്ടൺ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് എഴുതാം അല്ലെ. സോ എം എ ഇൻറ്റു എസ് എന്ന് എഴുതാം. ദെൻ എം എ മീൻസ് എം ഇൻറ്റു എൽ ടി റേസ് ടു -2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റിന് എങ്ങനെ എഴുതാം? യെസ് എൽ ആയിട്ട് എഴുതാം അല്ലെ. സോ എം എൽ സ്ക്വയർ ടി റേസ് ടു -2. സോ വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഓക്കെ സോ ഫസ്റ്റ് ഓപ്ഷൻ എം എൽ സ്ക്വയർ ടി റേസ് ടു -1, സെക്കൻഡ് എം എൽ സ്ക്വയർ ടി റേസ് ടു -2, then എം റേസ് ടു -1 എൽ ടി, എം റേസ് ടു -1 എൽ സ്ക്വയർ ടി സ്ക്വയർ. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഏതാ കറക്റ്റ് ആൻസർ? യെസ് എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. then അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ then EDFIL ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലേണിംഗ് ആപ്പ് ആണ് KTET എക്സാം. അതുപോലെ തന്നെ സെറ്റ് നെറ്റ് കോച്ചിങ്സ് ഉണ്ട്. ഓക്കെ സോ ഫസ്റ്റ് മൈൻഡ് മാപ്പിംഗ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ്, പോപ്പ് പ്രാക്ടീസ്, മോക്ക് ടെസ്റ്റ്, ദെൻ സ്റ്റഡി ട്രാക്കർ, പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ്, അക്കാഡമിക് മെന്ററിംഗ് സപ്പോർട്ട്, ദെൻ ഹൈലി ക്വാളിഫൈഡ് ആൻഡ് വെൽ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഡിഫറെന്റ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. KTET കാറ്റഗറി 1, 2, 3 and 4, അറബിക്, ഹിന്ദി, സംസ്കൃത്, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഡിഫറെന്റ് സബ്ജക്റ്റുകളിലുള്ള എക്സ്പേർട്ട് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ 9072880033 അല്ലെങ്കിൽ 9072880054. ഈ രണ്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ദെൻ നെക്സ്റ്റ് ഫോഴ്സ് ആൻഡ് പ്രഷർ. ഓക്കെ സോ വർക്ക് ആൻഡ് എനർജി നമ്മൾ ഡിസ്കസ് ചെയ്തു. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് ചെയ്യാനുള്ള അബിലിറ്റി ആണ് അല്ലെ. അബിലിറ്റി ടു ഡു വർക്ക് ആണ്. അതേപോലെ തന്നെ അതിൽ പ്രഷറിന്റെ അതേപോലെ തന്നെ വർക്കിന്റെയും ഡയമെൻഷണൽ ഫോർമുല നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ന്യൂക്ലിയർ ഫ്യൂഷൻ, ന്യൂക്ലിയർ ഫിഷൻ രണ്ട് റിയാക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ദെൻ മാസ് ഡിഫക്റ്റ് എന്താണ്, ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി എന്താണ്. ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് അടുത്ത ചാപ്റ്ററിൽ വരുന്ന ഒരു ദാറ്റ് മീൻസ് ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന മൊഡ്യൂളിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഫോഴ്സ് ആൻഡ് പ്രഷർ. ഓക്കെ സോ ഫോഴ്സ് ആൻഡ് പ്രഷറിൽ ഫസ്റ്റ് വരുന്നതാണ് ബൊയാൻസി അല്ലെങ്കിൽ ബൊയാൻ ഫോഴ്സ്, പ്ലവക്ഷമ ബലം. അപ്പൊ എന്താണ് പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബോട്ടിൽ എടുക്കുന്നു. ദെൻ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തതിന് ശേഷം ഒരു ബോട്ടിൽ ബക്കറ്റിലേക്ക് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അങ്ങനെ ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്യാൻ കഴിയോ? ഇല്ല. ദാറ്റ് മീൻസ് ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്?
മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, ഒരു അപ്വാർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, യെസ്, ഒരു കല്ലെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, യെസ്, അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. ദാറ്റ് മീൻസ് ലിക്വിഡ് കല്ലിന്റെ മുകളിൽ, ദാറ്റ് മീൻസ് നമ്മളുടെ ഒബ്ജക്റ്റിന്റെ മുകളിൽ ഒരു അപ്വാർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് കൈൻഡ് ഓഫ് ഫോഴ്സ് വിച്ച് ഈസ് നോൺ ആസ് ദ ബൊയാൻ ഫോഴ്സ്. സോ ബൊയാൻ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, യെസ്, ഇറ്റ് ഈസ് when a body which is immersed completely or partially in a fluid, then the fluid exerts an upward force on the body. This is called the buoyant force. Okay, so നമ്മൾ എന്ത് ചെയ്യാണ്, യെസ്, ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ആ ബീക്കറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റിനെ ഡിപ്പ് ചെയ്യാണ്. ആ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റിന് ഒന്നുകിൽ ഫുള്ളി ഇമേഴ്സ്ഡ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ പാർഷ്യലി ഇമേഴ്സ്ഡ് ആയിട്ടായിരിക്കും. സോ അവിടെ എന്ത് സംഭവിക്കും, വെയിറ്റ് ഓഫ് ദ ബോഡി താഴേക്ക് ആക്ട് ചെയ്യും അല്ലെ. അതേ സമയത്ത് ബൊയാൻ ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, W = mg ആണ് അല്ലെ. വെയിറ്റ് W = മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. W = mg. സോ W = mg ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. അതേ സമയത്ത് ബൊയാൻ ഫോഴ്സ് മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ബോട്ടിലിനെ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ബോട്ടിൽ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട് കാണാം. ദാറ്റ് മീൻസ് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതായിട്ട് കാണാം. ഓക്കെ, സോ ഈ രീതിയിൽ രണ്ട് ഫോഴ്സ് ഉണ്ട്. F1 ദാറ്റ് മീൻസ് W = mg ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. അതേ സമയത്ത് ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ട്, ലിക്വിഡ് അപ്വാർഡ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ഫോഴ്സിനെയാണ് ബൊയാൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബൊയാൻ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, FB ആയിട്ട് ഡിനോട്ട് ചെയ്യും അല്ലെ. ബൊയാൻ ഫോഴ്സ് FB എന്തിന് ഈക്വൽ ആണ്, യെസ്, വെയിറ്റിന് ഈക്വൽ ആണ് അല്ലെ, mg ക്ക് ഈക്വൽ ആണ്. സോ ബൊയാൻ ഫോഴ്സ് or upward force which is equal to the weight of the fluid എന്ന് പറയും അല്ലെ. ഓക്കെ, then ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡെൻസിറ്റി സാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, യെസ്, മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് അല്ലെ. ദെൻ ഡെൻസിറ്റിനെ നമുക്ക് റോ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, റോ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. റോ = മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. അങ്ങനെയാണെങ്കിൽ റോ = മാസ് ബൈ വോളിയം ആണെങ്കിൽ എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം, യെസ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യല്ലേ. സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ M = V₀ എന്ന് എഴുതാം അല്ലെ. M = V₀, വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ബോട്ടിൽ എടുത്തു, ആ ബോട്ടിലിനെ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് താഴ്ത്തുന്ന സമയത്ത് ബോട്ടിലിന്റെ മുകളിലേക്ക് ഒരു ബൊയാൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു അല്ലെ. അതായത് പ്ലവക്ഷമ ബലം ഉണ്ടാവുന്നു. ആ ബൊയാൻ ഫോഴ്സ് എന്തിന് ഈക്വൽ ആണ്, യെസ്, ആ ബോട്ടിലിന്റെ വെയിറ്റിന് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് W = mg ക്ക് ഈക്വൽ ആണ്. സോ FB = mg ആണ് അല്ലെ. ഈ എമ്മിനെ നമ്മൾ എന്തായിട്ട് ചേഞ്ച് ചെയ്തു, ഡെൻസിറ്റിയുടെ ഫോമിൽ ചേഞ്ച് ചെയ്തു. ദാറ്റ് മീൻസ് M = V₀ കൊടുത്തു കഴിഞ്ഞാൽ ബൊയാൻ ഫോഴ്സിന് എങ്ങനെ എഴുതാം, യെസ്, FB = V₀g എന്ന് എഴുതാം അല്ലെ. FB = V₀g പഠിച്ചു വെക്കുക, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ബൊയാൻ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻസ് പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ബൊയാൻ ഫോഴ്സ് കാണാനുള്ള പ്രോബ്ലംസ് നിരന്തരമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് വോളിയം നൽകും, അതേപോലെ തന്നെ ഡെൻസിറ്റിയും തരും. then acceleration due to gravity പ്രത്യേകമായിട്ട് തരേണ്ട ആവശ്യമുണ്ടോ, ഇല്ല, നമുക്കറിയാം അല്ലെ, 9.8 m/s ആണ്. സോ വോളിയവും അതേപോലെ തന്നെ ഡെൻസിറ്റിയും തന്നു കഴിഞ്ഞിട്ട് ബൊയാൻ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഇക്വേഷൻ പഠിച്ചു വെക്കുക. where V is the volume, rho is the density and g is the acceleration due to gravity. അതേപോലെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ബൊയാൻ ഫോഴ്സിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്, യെസ്, വോളിയം ഓഫ് ദ ബോഡി ഇമ്മേഴ്സ്ഡ്, ഓക്കെ, then rho density of the fluid, then g acceleration due to gravity. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഫാക്ടർ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. then അടുത്തൊരു പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കാൻ പോവാണ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഓക്കെ, സോ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
യെസ്, അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുന്നു. ദെൻ ആ ബക്കറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബോട്ടിൽ ഇമ്മേഴ്സ് ചെയ്യാണ് അല്ലെങ്കിൽ ഡിപ്പ് ചെയ്യാണ്. അങ്ങനെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അല്ലെ, എന്ത് ചെയ്യും, വെള്ളം പുറത്തേക്ക് വരും അല്ലെ. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബക്കറ്റിൽ 3/4 ഭാഗത്തോളം വെള്ളം എടുക്കുന്നു. ദെൻ ഒരു ഒബ്ജക്റ്റിനെ, ദാറ്റ് മീൻസ് ഒരു ബോട്ടിൽ എന്ത് ചെയ്യാണ്, ഡിപ്പ് ചെയ്യാണ്. അങ്ങനെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തു, ദെൻ ബോട്ടിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ബൊയാൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ബൊയാൻ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്, അപ്വാർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ബൊയാൻ ഫോഴ്സ് FB ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ വെള്ളത്തിലേക്ക് നമ്മൾ ബോട്ടിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും, വെള്ളം പുറത്തേക്ക് വരില്ലേ. നമ്മൾ ബലം ഉപയോഗിച്ചിട്ട് ഒരു സാധനത്തിനെ, ഒബ്ജക്റ്റിനെ വെള്ളത്തിലേക്ക് ഇറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വെള്ളം എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നു അല്ലെ. ഈ പുറത്തേക്ക് വരുന്ന വെള്ളം, ദാറ്റ് മീൻസ് പുറത്തേക്ക് വരുന്ന വെള്ളം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, യെസ്, ബൊയാൻ ഫോഴ്സിന് ഈക്വൽ ആണ്. സോ നമ്മളൊരു ഒബ്ജക്റ്റ് എടുത്തു, ആ ഒബ്ജക്റ്റിനെ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റിന്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ബൊയാൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, FB ആക്ട് ചെയ്യുന്നു അല്ലെ. ദെൻ FB ആക്ട് ചെയ്യുന്ന സമയത്ത് വെള്ളം പുറത്തേക്ക് വരുന്നു. സോ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്, when a body which is immersed partially or completely in a fluid, the buoyancy experienced by it will be equal to the weight of the fluid displaced. അതായത് നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുക്കുന്നു, ഒരു ഒബ്ജക്റ്റിനെ അതിലേക്ക് ഇറക്കി വെക്കുന്നു, ഇറക്കി വെക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വെള്ളം പുറത്തേക്ക് വരുന്നു. ദാറ്റ് മീൻസ് അങ്ങനെ പുറത്തേക്ക് വരുന്ന വെള്ളത്തിന്റെ വെയിറ്റ്, ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, യെസ്, ലിക്വിഡ് ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ബൊയാൻ ഫോഴ്സിന് ഈക്വൽ ആണ്. അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. സോ ബൊയാൻസിയും ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ബൊയാൻസിയിൽ, പ്ലവക്ഷമ ബലത്തില് ബൊയാൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ ഈ ആക്ട് ചെയ്യുന്ന ബൊയാൻ ഫോഴ്സ്, ദാറ്റ് മീൻസ് ബൊയാൻസി എന്തിന് ഈക്വൽ ആണ്, പുറത്തേക്ക് വരുന്ന വെള്ളത്തിന്റെ വെയിറ്റിന് ഈക്വൽ ആണ്. ആദേശം ചെയ്യപ്പെടുന്ന ദ്രാവകത്തിന്റെ അളവിന് തുല്യമാണ് അവിടെ ആക്ട് ചെയ്യുന്ന പ്ലവക്ഷമ ബലം. ഓക്കെ, ദെൻ റിലേറ്റീവ് ഡെൻസിറ്റി. എന്താണ് ആപേക്ഷിക സാന്ദ്രത, എന്താണ് ആപേക്ഷിക സാന്ദ്രത, യെസ്, ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ ആണ് അല്ലെ. ഓക്കെ, ദെൻ റിലേറ്റീവ് ഡെൻസിറ്റി ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. സോ റിലേറ്റീവ് ഡെൻസിറ്റി, ആപേക്ഷിക സാന്ദ്രത വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ നമ്മൾ 3 കേസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കേസ്, when weight of the body greater than upward force. അതായത് നമ്മൾ എന്ത് ചെയ്തു, ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തു, ദെൻ ഇവിടെ റേറ്റ് ഓഫ് വെയിറ്റ് W is equal to mg ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇത് എന്തിനേക്കാൾ കൂടുതലാണ്, അപ്വാർഡ് ഫോഴ്സിനേക്കാൾ കൂടുതലാണ്. അങ്ങനെ അപ്വാർഡ് ഫോഴ്സിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, യെസ്, ഒബ്ജക്റ്റ് സിങ്ക് ചെയ്യുന്നു, ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, മുങ്ങിപ്പോകുന്നു. അതേ സമയത്ത് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ബോഡി വിച്ച് ഈസ് ഈക്വൽ ടു ദ അപ്വാർഡ് ഫോഴ്സ്. വെയിറ്റ് ഓഫ് ദ ബോഡിയും അപ്വാർഡ് ഫോഴ്സും, ദാറ്റ് മീൻസ് W is equal to mg which is equal to ബൊയാൻ ഫോഴ്സ് ആണെങ്കിൽ, FBക്ക് ഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, യെസ്, ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുന്നു അല്ലെ, ഫുള്ളി ഇമേഴ്സ്ഡ് ആയിട്ട് മാറുന്നു. ദെൻ അടുത്ത കേസ്, വെയിറ്റ് ഓഫ് ദ ബോഡി വിച്ച് ഈസ് ലെസ് ദാൻ അപ്വാർഡ് ഫോഴ്സ്. ഓക്കെ, അതായത് ഒരു കല്ലെടുത്തു, ആ കല്ലിന്റെ ഭാരം എന്ന് പറയുന്നത് അപ്വാർഡ് ഫോഴ്സിനേക്കാൾ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, യെസ്, ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് പാർഷ്യലി ഇമേഴ്സ്ഡ് ആയിട്ട് മാറുന്നു. സോ 3 കണ്ടീഷൻസ്, 3 കേസസ് പഠിച്ചു വെക്കാം. ആ 3 കേസ് വെച്ചിട്ട് ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടി, ദാറ്റ് മീൻസ് ഒബ്ജക്റ്റ് സിങ്ക് ചെയ്യാണോ, ഫുള്ളി ഇമേഴ്സ്ഡ് ആണോ, അതേപോലെ തന്നെ പാർഷ്യലി ഇമേഴ്സ്ഡ് ആണോ, ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ
നെക്സ്റ്റ് ഡെൻസിറ്റി. അപ്പൊ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റോ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. റോ ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് അല്ലെ. സോ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ദെൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വാട്ടറിന്റെ ഡെൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ടറിന്റെ ഡെൻസിറ്റി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് അല്ലെ. ഓക്കെ, ദെൻ കെറോസിൻ ആണെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ദെൻ സെലൈൻ വാട്ടറിന്റെ കേസിൽ 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, സോ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ദെൻ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് അല്ലെ. ഓക്കെ, സോ കെറോസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഡെൻസിറ്റി ഓഫ് ദ കെറോസിൻ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്യണം അല്ലെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? ദാറ്റ് മീൻസ് 810 ഡിവൈഡഡ് ബൈ 1000 ആണ് അല്ലെ. ദെൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും കട്ട് ചെയ്തു പോവും. ദാറ്റ് മീൻസ് റിലേറ്റീവ് ഡെൻസിറ്റി ഒരു ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി ആണ്. സോ 0.81 ആണ് കെറോസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാസ്കൽസ് ലോ. ഓക്കെ, അപ്പൊ പാസ്കൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മള് ബൊയാൻസി പഠിച്ചു, ദെൻ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിച്ചു. നെക്സ്റ്റ് പാസ്കൽസ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. സോ പാസ്കൽസ് ലോ മീൻസ് നമ്മൾ എന്ത് ചെയ്യാണ്? യെസ്, നമ്മൾ ഒരു ബലൂൺ എടുത്തു, ആ ബലൂണിലേക്ക് വാട്ടർ ഫില്ല് ചെയ്തു. ദെൻ ബലൂണിന്റെ മുകൾ ഭാഗം നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു റബ്ബർ വെച്ച് കെട്ടാണ്. അതിനുശേഷം മുട്ടുസൂചി ഉപയോഗിച്ചിട്ട് അതിന് ഡിഫറെന്റ് പാർട്സിൽ ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യെസ്, വെള്ളം പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം അല്ലെ. വെള്ളം ഹോൾസിലൂടെ പുറത്തേക്ക് വരുന്നു. അങ്ങനെ വെള്ളം ഹോൾസിലൂടെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഹോളിലൂടെ ഇത്ര വെള്ളം മാത്രം പുറത്തു പോകും, അല്ലെങ്കിൽ അടുത്ത ഹോളിലൂടെ കുറച്ച് വെള്ളം മാത്രം പുറത്തു പോകും. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് മീൻസ് നമ്മൾ കൊടുക്കുന്ന പ്രഷർ എന്ത് ചെയ്യുന്നു? ആ പ്രഷറിനനുസരിച്ച് വെള്ളം ഈക്വലി എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, സോ പാസ്കൽസ് ലോ മീൻസ് the pressure applied at any point of a liquid at a rest in a closed system. നമ്മൾ എടുക്കുന്ന സിസ്റ്റം എന്തായിരിക്കണം? ക്ലോസ്ഡ് സിസ്റ്റം ആയിരിക്കണം അല്ലെ. സോ ഒരു ക്ലോസ്ഡ് സിസ്റ്റം റെസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും ഒരുപോലെയായിരിക്കും. ദാറ്റ് മീൻസ് the pressure applied at any point of a liquid at rest in a closed system will be experienced equally at all parts of the liquid. So liquidന്റെ എല്ലാ ഭാഗത്തും ആര് സെയിം ആണ്? യെസ്, പ്രഷർ സെയിം ആണ്. ദെൻ പാസ്കൽസ് ലോ പഠിക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് പഠിച്ചു വെക്കുക, പ്രഷർ സെയിം ആണ്. ദെൻ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുന്ന സമയത്ത് അത് ആ ഒരു ഒബ്ജക്റ്റിന്റെ എല്ലാ ഭാഗത്തും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ പ്രഷർ സെയിം ആണെന്ന് പഠിച്ചു വെക്കുക. സോ നെക്സ്റ്റ് ഈ പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യുന്ന ഡിവൈസസ് ഉണ്ട് അല്ലെ. അതായത് ഹൈഡ്രോളിക് ലിഫ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കാറൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് അവർ ഫസ്റ്റ് എന്ത് ചെയ്യും? യെസ്, ഒരു ഹൈറ്റിൽ കാറിനെ പൊക്കി വെക്കും അല്ലെ. അതായത് നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ എന്തെടുത്തിട്ടുണ്ട്? ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ട്യൂബ് എടുത്തിട്ടുണ്ട് അല്ലെ. ദെൻ ട്യൂബിന്റെ ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് F1 ആണ്. അതേപോലെ തന്നെ ഏരിയ A1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് അല്ലെ. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, സോ ഇവിടെ ഉണ്ടാവുന്ന പ്രഷർ P1 is equal to F/A. That means F1 divided by A1 എന്ന് എഴുതാം അല്ലെ. ഓക്കെ, സോ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇവിടെ ഒരു പ്രഷർ കൊടുക്കുന്നു. ഫസ്റ്റ് പിസ്റ്റന്റെ മുകളിൽ ഒരു പ്രഷർ കൊടുക്കുകയാണ്. ദെൻ ഇവിടെ എന്താണ്? ഈ ട്യൂബായിട്ട് അതായത് ഈ ഡിസ്റ്റൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സെക്കൻഡില് ഡിസ്റ്റൻസ് എന്താണ്?
കൂടുതലാണ് അല്ലെ. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, സോ ഇവിടെ ഉണ്ടാവുന്ന ഏരിയ വിച്ച് ഈസ് A2 ആണ്. അതേ സമയത്ത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F2 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രഷർ P2 എങ്ങനെ എഴുതാം? യെസ്, F2 ഡിവൈഡഡ് ബൈ A2 എന്ന് എഴുതാം അല്ലെ. ഓക്കെ, സോ ഒന്നാമത്തെ പിസ്റ്റന്റെ മുകളിൽ നമ്മൾ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. P1 is equal to F1 ഡിവൈഡഡ് ബൈ A1. രണ്ടാമത്തെ പിസ്റ്റന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. then pressure P2 is equal to F2 divided by A2 എന്ന് എഴുതാം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന പ്രഷർ എന്തായിട്ട് മാറുന്നു? ഇവിടെ ഒരു വലിയ പ്രഷർ ആയിട്ട് മാറുന്നു അല്ലെ. അതായത് ഒരു സമൃദ്ധ വ്യൂഹത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ ഇവിടെ കൊടുത്തിട്ടുള്ള പ്രഷർ P1ഉം അതേപോലെ തന്നെ സെക്കൻഡ് ആക്ട് ചെയ്യുന്ന P2 എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ നമുക്ക് എങ്ങനെ എഴുതാം? P1 which is equal to P2 എന്ന് എഴുതാം അല്ലെ. പ്രഷർ which is applied at first piston which is equal to the pressure which is applied at second piston. Okay, so mathematically നമുക്ക് Pascal's law എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? yes, P1 is equal to P2, that is F1 divided by A1 is equal to F2 divided by A2. Okay, then cross multiplication ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? F1 A1 is equal to F2 A1 എന്ന് എഴുതാം അല്ലെ. F1 A1 is equal to F1 into A2 which is equal to F2 into A1. അങ്ങനെയാണെങ്കിൽ F2 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? yes, F2 is equal to F1 into A2 divided by A1 എന്ന് എഴുതാം അല്ലെ. F2 is equal to F1 into A2 divided by A1. so first pistonൽ ആക്ട് ചെയ്തിട്ടുള്ള ഫോഴ്സ് F1 ആണ്. സെക്കൻഡ് പിസ്റ്റണിൽ ആക്ട് ചെയ്തിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് F2 ആണ്. ഈ സെക്കൻഡ് പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് F2 is equal to F1 into A2 divided by A1. സോ പാസ്കൽസ് ലോ നമുക്ക് ഏതൊക്കെ ഡിവൈസിൽ യൂസ് ചെയ്യാം? യെസ്, ഹൈഡ്രോളിക് ജാക്കിൽ യൂസ് ചെയ്യാം, ഹൈഡ്രോളിക് ലിഫ്റ്റിൽ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ്, ഡിഫറെന്റ് ഡിവൈസസിൽ നമ്മൾ പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്? ദെൻ 4 ഓപ്ഷൻസ് തരും, അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അങ്ങനെ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ് പ്രിൻസിപ്പിൾ? യെസ്, പാസ്കൽസ് ലോ ആണ് അല്ലെ. ആ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ഫോഴ്സ് ആൻഡ് പ്രഷറിൽ ബൊയാൻസി, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, അതേപോലെ തന്നെ പാസ്കൽസ് ലോ, ഈ 3 ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് കാപ്പിലാരിറ്റി, അതേപോലെ തന്നെ വിസ്കസ് ഫോഴ്സ്, അഡിഷൻ, കൊഹിഷൻ, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ വരുന്നത്. സോ നമ്മൾ ഫസ്റ്റ് പാർട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മീൻസ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, പാസ്കൽസ് ലോ, അതേപോലെ തന്നെ ബൊയാൻ ഫോഴ്സ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an object which is immersed completely in a fluid experience a buoyant force which is dash of the fluid displaced by it. Okay, ഏത് ലോ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ് അല്ലെ. ഓക്കെ, സോ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ? യെസ്, ദാറ്റ് മീൻസ് പുറത്തേക്ക് വരുന്ന വെള്ളത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? ബൊയാൻ ഫോഴ്സിന് ഈക്വൽ ആണ് അല്ലെ. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ? an object which is immersed completely in a fluid experience a buoyant force. അപ്പോൾ buoyant force എന്തിന് ഈക്വൽ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ buoyant force എന്തിന് ഈക്വൽ ആണ്? ഓപ്ഷൻസ് ലെസ് ദാൻ വെയിറ്റ്, ഈക്വൽ ടു ദ വെയിറ്റ്, ഗ്രേറ്റർ ദാൻ ദ വെയിറ്റ്, സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദ വെയിറ്റ്. ഓക്കെ, അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻസ് ഏതാ? കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഈക്വൽ ടു ദ വെയിറ്റ് ആണ് അല്ലെ. ഓക്കെ, സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ദാറ്റ് മീൻസ് FB, നമ്മളല്ല ലിക്വിഡ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ആ ഫോഴ്സ് എന്തിന് ഈക്വൽ ആണ്?
വെയിറ്റിന് ഈക്വൽ ആണ് അല്ലെ. W is equal to mg ക്ക് ഈക്വൽ ആണ്. സോ സെക്കൻഡ് ഓപ്ഷൻ ഈക്വൽ ടു ദ വെയിറ്റ്. Then അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയമെൻഷണൽ ഫോർമുല ഓഫ് പ്രഷർ ഈസ്. ഓക്കെ, സോ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് അല്ലെ. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് പെർ ഏരിയ ആണ്, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, സോ എഫിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ml T⁻⁻² ഡിവൈഡഡ് ബൈ ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? യെസ്, ഏരിയ നമുക്ക് L² ആയിട്ട് ഡിനോട്ട് ചെയ്യും അല്ലെ. സോ ml T⁻² ഡിവൈഡഡ് ബൈ L² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ L⁻1 ഉണ്ട്, then L⁻2 എന്തായിട്ട് മാറുന്നു? L⁻² ആയിട്ട് മാറും അല്ലെ. സോ m L⁻1 then L⁻2 into T⁻². ഓക്കെ, L⁻1 ഉം L⁻2 എന്തായിട്ട് മാറുന്നു? ml⁻1 ആയിട്ട് മാറുന്നു അല്ലെ. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി, ml⁻1 and T⁻². ഓക്കെ, സോ പ്രഷറിന്റെ ഡയമെൻഷണൽ ഫോർമുല ml⁻1 T⁻². then അടുത്ത ക്വസ്റ്റ്യൻ, the principle of operation of hydraulic press is based on. ഓക്കെ, അപ്പൊ ഹൈഡ്രോളിക് പ്രസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? ബോയിൽസ് ലോ, പാസ്കൽസ് ലോ, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഏത് ലോ ആണ് നമ്മൾ ഹൈഡ്രോളിക് പ്രസ്സിൽ യൂസ് ചെയ്യുന്നത്? യെസ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിവർ, ഹൈഡ്രോളിക് പ്രസ്, ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്കൽസ് ലോ. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, പാസ്കൽസ് ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ പീസ് ഓഫ് സ്റ്റോൺ വെയ്സ് 5 Newton in air and 3 Newton when suspended fully in water. Relative density of stone is. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? അതായത് ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ ആണ് അല്ലെ. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് 5 Newton ആണ് സ്റ്റോണിനെ നമ്മൾ എയറിൽ വെച്ച സമയത്ത് അല്ലെ. സോ റിലേറ്റീവ് ഡെൻസിറ്റി is equal to weight in air divided by loss of weight in water എന്ന് എഴുതാം അല്ലെ. Okay, so relative density is equal to weight in air divided by loss of weight in water. Okay, so weight in air എന്താണ്? 5 Newton എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഡിവൈഡഡ് ബൈ ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ, വാട്ടറിൽ വെച്ച് കഴിഞ്ഞപ്പോൾ എന്തായിട്ട് മാറുന്നു? 3 Newton ആയിട്ട് മാറുന്നു അല്ലെ. സോ 5 Newton മൈനസ് 3 Newton എന്ന് എഴുതാം. സോ 5 Newton ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം? അതായത് 5 ഡിവൈഡഡ് ബൈ 2 Newton എന്ന് എഴുതാം അല്ലെ. ദാറ്റ് മീൻസ് 5/2 എത്രയാണ്? 2.5 Newton എന്ന് എഴുതാം. ഓക്കെ, സോ റിലേറ്റീവ് ഡെൻസിറ്റി is equal to weight in air divided by loss of weight in water. 5 Newton divided by 5 Newton minus 3 Newton. So answer is 2.5 Newton. Okay, so ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ ഡി, 2.5 Newton. Okay, then next question. Factor depend upon the buoyant forces. Okay, അപ്പം buoyant force-നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, ഫോഴ്സ്, പ്രഷർ, മൊമെന്റം. ഓക്കെ, ദെൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. buoyant ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ? FB which is equal to V ρg ആണ് അല്ലെ. അവിടെ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ആണ്, അതേ സമയത്ത് റോ which is density, rho is density, then G is acceleration due to gravity. Okay, so volume, density
ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ബൊയാൻ ഫോഴ്സിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ. അപ്പൊ ഏതാണ് ഓപ്ഷൻ? യെസ്, ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആണ് അല്ലെ. ഫോഴ്സ് അല്ല, പ്രഷർ അല്ല, മൊമെന്റ് അല്ല. ഓപ്ഷൻ എ, ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ മാക്സിമം എന്ത് ചെയ്യാം, ടോപ്പിക് വൈസ് നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ദെൻ കേട്ടറ്റ് എക്സാം മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. സോ എന്ത് ചെയ്യാം, മാക്സിമം ഓരോ പോർഷൻസ് കവർ ചെയ്യുക. ഓരോ പോർഷൻസിലും വരുന്ന ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് നിങ്ങൾക്ക് നാളെ 26-ാം തീയതി 4:30 കെമിസ്ട്രിയിൽ വെബിനാർ ഉണ്ടായിരിക്കുന്നതാണ്. കെമിസ്ട്രിയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ റിപ്പീറ്റഡ് പാർട്ടും ആണ് മിസ് ഡിസ്കസ് ചെയ്യുക. സോ എന്ത് ചെയ്യാം, മാക്സിമം എല്ലാവരും വെബിനാറിൽ ജോയിൻ ചെയ്യാം. സോ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. മാക്സിമം പഠിക്കുക, പഠിച്ചുകൊണ്ട് തന്നെ പോവുക. മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അതേപോലെ